63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് തുടങ്ങാനിരിക്കുന്നത്. ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഒരുക്കങ്ങൾ എല്ലാം അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ 8-ാം തീയതി വരെ നടക്കുന്ന കലോത്സവത്തിൽ ആകെ 249 മത്സരങ്ങൾ ഉണ്ടാകും. നാളെ രാവിലെ 9 മണിക്ക് തട്ടത്തുമല സ്കൂളിൽ വെച്ച് സ്വർണ്ണക്കപ്പിന് സ്വീകരണവും നൽകും. എന്തായാലും വിപുലമായ ഒരുക്കങ്ങൾ നേരത്തെ നിഖിൽ പറഞ്ഞ പോലെ തന്നെ ടീം ജനവും സജ്ജമായി കഴിഞ്ഞു. ഈ കലാ കേരള കാഴ്ചകളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ പൂർണ്ണ സജ്ജമാണ്. തിരുവനന്തപുരത്ത് ഈ മെയിൻ വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മളുടെ ഒരു സ്റ്റുഡിയോയും ഉണ്ടാവും. ഒപ്പം തന്നെ ഇത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ ജനൻ ടിവിയുടെ ഭാഗത്തു നിന്നുണ്ട്. സ്റ്റോൾ നമ്പർ 9-ലാണ് ജനൻ ടി വി ഉണ്ടാവുക. അവിടെ നമ്മളുടെ പ്രധാനപ്പെട്ട ആങ്കർമാരൊക്കെ അവിടെ നിന്ന് വാർത്ത തത്സമയം അവതരിപ്പിക്കും. ഒപ്പം തന്നെ നമ്മളുടെ റിപ്പോർട്ടർമാരുടെ വലിയൊരു നിര തന്നെ ഈ ഒരു കലോത്സവത്തിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കാൻ മറ്റു വാർത്തകളോടൊപ്പം തന്നെ കലോത്സവത്തിൻ്റെ ഇത് ഒട്ടും ചോരാതെ തന്നെ തനിമ ഒട്ടും ചോരാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മളും സജ്ജമായിട്ട്. കഴിഞ്ഞ വർഷത്തെ കൊല്ലത്തെ ആവേശ കാഴ്ചകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ അനന്തപുരിയിലേക്ക് എത്തുന്നത്. ഇത് മറ്റ് ഒരുപാട് കാരണങ്ങളാൽ വളരെ സവിശേഷതയുള്ളതാണ്. കാരണം ഈ പുതുവത്സരം പിറന്നതേ ഉള്ളൂ. അതെ, 4 ദിവസം ആവുന്നു. അപ്പോൾ ആ ദിവസമാണ് തുടങ്ങുന്നത്. ഇതിൽ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതിഷേധങ്ങളൊന്നും അനുവദിക്കില്ല എന്ന്. ഒരു പ്രതിഷേധങ്ങളും ഇത്തവണ കലോത്സവത്തിൽ അനുവദിക്കില്ല എന്നുള്ളത്. അത് പറയാൻ കാര്യം കായികമേളയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. മന്ത്രിമാർ അടക്കം ഇരിക്കുന്ന വേദിയിലേക്ക് പ്രതിഷേധവുമായി കുട്ടികളും വിദ്യാർത്ഥികളും ഒപ്പം തന്നെ രക്ഷിതാക്കൾ നിയന്ത്രണമുണ്ട്. അതെ, അപ്പീൽ നൽകുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. പ്രതിഷേധിച്ചാൽ അതിനെ ശക്തമായി നേരിടുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി അതിൻ്റെ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ശാലിനി, കലാകേരളം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു മാമാങ്കം തിരുവനന്തപുരത്ത് തുടങ്ങാൻ ഇനിയൊരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ 62 വർഷങ്ങൾ കലോത്സവത്തിന്റെ 62 വർഷങ്ങളിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മികവുറ്റൊരു കലോത്സവം നൽകാനാണ് അനന്തപുരി തയ്യാറെടുക്കുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കലോത്സവത്തിന്റെ നടപടികളും അതിന്റെ ഒരുക്കങ്ങളും എല്ലാം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇത്തവണ പ്രധാന വേദി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, മുൻ വർഷങ്ങളിൽ കലോത്സവം നടക്കുമ്പോൾ പ്രധാന വേദി പുത്തരിക്കണ്ടം മൈതാനമായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളതും അവിടെയായിരുന്നു. പക്ഷെ ഇത്തവണ പുത്തരിക്കണ്ടം മൈതാനത്താണ് പാചകപ്പുര അല്ലെങ്കിൽ കലവറ ഒരുക്കിയിട്ടുള്ളത്. പകരമായി സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഭാരതപ്പുഴ എന്ന പേരിൽ, നദികളുടെ പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴ വേദി ഒന്നായി അറിയപ്പെടും. ഇവിടെയാണ് 4-ാം തീയതി ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. 4-ാം തീയതി രാവിലെ 10 മണിയോടെയാണ് ഔദ്യോഗികമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമാകാൻ പോകുന്നത്. 70,000 അടി ഉയരത്തിലും ചതുരശ്ര അടി വിസ്തീർണത്തിൽ അവിടെ കലോത്സവ വേദി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ 10,000 ആളുകൾക്ക് ഒരേ സമയം വേദിയിൽ ഇരുന്ന് മത്സരങ്ങൾ കാണാനുള്ള അവസരം കൂടിയാണ് ആ വേദിയിലേക്ക് ഒരുക്കുന്നത്. ഒപ്പം തന്നെ ടെലിവിഷൻ ചാനലുകളുടെയും പത്രങ്ങളുടെയൊക്കെ സ്റ്റോളുകൾ അവിടെ ഉണ്ടാകും. അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ വോളണ്ടിയേഴ്സ് ഉണ്ടാകും. ഇത്തവണ എല്ലാ രീതിയിലും മികവുറ്റൊരു കലോത്സവം സമ്മാനിക്കാൻ NTUവിന്റെ ദേശീയ അധ്യാപക പരിഷത്തിന്റെ അധ്യാപകരാണ് അതിന്റെ സംഘാടകരായി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. മീഡിയ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ അവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ മികവുറ്റൊരു കലോത്സവമാകാൻ അനന്തപുരി ഒരുങ്ങുകയാണ്. ഇന്നലെയാണ് പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഒരുക്കിയിരുന്ന പാചകപ്പുരയുടെ ഔദ്യോഗികമായിട്ടുള്ള പാലുകാച്ചൽ ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചത്. ഇനിയിപ്പോൾ സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്തേക്ക് എത്താൻ കാത്തിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് ഓരോ ജില്ലകളിലും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. അതിന്റെ സ്വീകരണ ചടങ്ങിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഒപ്പം തന്നെ കലോത്സവം വരവറിയിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളും ഒപ്പം തന്നെ അതിന്റെ പ്രകടനങ്ങളും ഒക്കെയായി തലസ്ഥാനം വലിയ രീതിയിലുള്ള ആഘോഷ പെരുമയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇനി 5 ദിവസം 4-ാം തീയതി മുതൽ 5 ദിവസം അനന്തപുരിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങൾ ഒഴിവാക്കി കുറ്റമറ്റ രീതിയിൽ കലോത്സവം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളത്ത് നടന്ന കായികമേളയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോയ പശ്ചാത്തലം, സമാപന സമ്മേളനത്തിൽ പ്രതിഷേധമടക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തവണ പരാതിരഹിത കലോത്സവമാക്കി ഇത്തവണ മാറ്റുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പരാതികൾ അറിയിക്കാനുണ്ടെങ്കിൽ അത് കോടതി വഴി ആയിരിക്കണം. പ്രത്യക്ഷമായി വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു സമരമോ അത്തരത്തിലുള്ള പരിപാടികളോ വേണ്ട. അങ്ങനെ പരിപാടികൾ നടത്തുകയാണെങ്കിൽ, പ്രതിഷേധം സംഘടിപ്പിക്കുകയാണെങ്കിൽ
അധ്യാപകർക്കും ഒപ്പം തന്നെ ഈ നൃത്ത അധ്യാപകർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. കൂടാതെ ജഡ്ജസ്മാരുടെ കാര്യത്തിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പണം വാങ്ങിക്കൊണ്ടും കൃത്യമായ ജഡ്ജിംഗ് നടത്തുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നൊരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ഇത്തവണ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഓരോ ജഡ്ജസും ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുന്ന നൃത്തം വിഭാഗങ്ങളിലൊക്കെ അത്തരത്തിൽ പ്രത്യേക കരുതൽ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ജഡ്ജസ്മാരുടെ നേർക്ക് ഉണ്ടായിരിക്കും. എന്തായാലും കുറ്റമറ്റ രീതിയിൽ പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഇല്ലാത്തൊരു കലോത്സവത്തിനായി കാത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഒപ്പം തന്നെ അനന്തപുരിയിലേക്ക് എത്തുന്ന കുരുന്നുകളെയും വിദ്യാർത്ഥികളെയും ഒക്കെ സ്വീകരിക്കാനായി തലസ്ഥാന നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വാഹന സർവീസ്, KSRTC, ഒപ്പം തന്നെ മറ്റ് ടാക്സി സർവീസുകൾ, ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവർ ഒരുങ്ങിക്കഴിഞ്ഞു. നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ 2014 ശേഷം ഏകദേശം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അനന്തപുരിയിലേക്ക് ഒരു കലാമാമാങ്കം എത്തുന്നത്. ആ മാമാങ്കം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം തലസ്ഥാനവാസികളും. നിഖില്. ശരി ശാലിനി. എന്തായാലും മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം കലോത്സവം തീരുന്നത് 8-ാം തീയതിയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഉത്സവം കൂടി തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നുണ്ട്. 7-ാം തീയതി അന്താരാഷ്ട്ര പുസ്തകോത്സവം നിയമസഭയിൽ ആരംഭിക്കുന്നുണ്ട്. എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് ഇനി അങ്ങോട്ട് ഉത്സവ ആണ് എന്ന് പറയാം സാർ.